ഭഗവാനോടുള്ള സമ്പൂർണ്ണ ഭക്തിയുടെ ഉദാഹരണമായി ഹനുമാനെ ഭക്തർ ആരാധിക്കുന്നു. ലങ്കയിൽ സീതയെ അന്വേഷിക്കാൻ ഹനുമാന് സമുദ്രം ചാടാൻ കഴിയുമോ എന്ന് ചിലർക്ക് സംശയം തോന്നിയപ്പോൾ രാമനാണ് തനിക്ക് ആ ദൗത്യം നൽകിയതെന്നും അത് നിറവേറ്റാനുള്ള ശക്തിയും രാമൻ നൽകുമെന്നും ഹനുമാൻ അവരോട് പറഞ്ഞു. തങ്ങളുടെ കഴിവിനെക്കുറിച്ച് ആളുകൾ സംശയിക്കുമ്പോൾ അവർ ദുർബലരും ശക്തിയില്ലാത്തവരുമായിരിക്കും. അതിനാൽ ഏത് നേട്ടത്തിനും ഉറച്ച വിശ്വാസം അത്യന്താപേക്ഷിതമാണ്. സംശയങ്ങളിൽ നിന്നുള്ള പൂർണ്ണ സ്വാതന്ത്ര്യത്തിന്റെ ഉദാഹരണമാണ് ഹനുമാൻ. ഏത് വിലപിടിപ്പുള്ള ഒരു വസ്തുവായാലും രാമനാമം ഉദ്ഘോഷിക്കാത്ത ഒന്നിനും ഹനുമാൻ വില കൽപ്പിച്ചിരുന്നില്ല. മുത്തുകൾ രാമനാമം ചൊല്ലാത്തതിനാൽ സീത സമ്മാനിച്ച വിലയേറിയ മുത്തുമാല ഹനുമാൻ വലിച്ചെറിഞ്ഞു. ഹനുമാന് സമ്മാനമായി നൽകാൻ ഒരു ഭൗതിക വസ്തുക്കളും യോഗ്യമല്ലെന്നതിനാൽ രാമന്റെ മഹത്വം ആലപിക്കുന്നിടത്തെല്ലാം ഹനുമാന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് രാമൻ അനുഗ്രഹിച്ചു. അത്യുന്നതനും ബുദ്ധിമാനുമായിരുന്ന ഹനുമാൻ മനുഷ്യരാശിക്ക് തന്നെ ആദർശമായി നിലകൊള്ളുന്നു. ജയ് സായിറാം.